മലയാളികൾക്ക് ഒട്ടേറെ എവർഗ്രീൻ ഹിറ്റുകൾ നൽകിയിട്ടുള്ള കൂട്ടുകെട്ടാണ് പ്രിയദർശൻ മോഹൻലാൽ. 1984 പുറത്തിറങ്ങിയ പൂച്ചയ്ക്കൊരു മുക്കൂത്തി മുതൽ 2021 ഇറങ്ങിയ മരക്കാർ, അറബിക്കടലിലെ സിംഹം വരെ നിരവധി ചിത്രങ്ങൾ ഇവരുടേതായുണ്ട്. ഇപ്പോഴിതാ സിനിമാ പ്രേമികൾക്ക് കൗതുകം പകരുന്ന ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ വീണ്ടും ഒരു ചിത്രമൊരുക്കുന്നു എന്നതാണ്. മറ്റാരുമല്ല, മോഹൻലാൽ തന്നെയാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ ശ്രീധർ പിള്ളയ്ക്ക് മലൈക്കോട്ടെ വാലിബൻ റിലീസിനോടനുബന്ധിച്ച് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തൻ്റെ അപ്കമിംഗ് പ്രോജക്റ്റുകളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. എമ്പുരാനു ശേഷം ജോഷി സാറിനൊപ്പം ഒരു ചിത്രം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു സത്യനന്ദിക്കാട് ചിത്രം വരുന്നുണ്ട്. പ്രിയദർശനും ഒത്തും ഒരു ചിത്രം വരുന്നുണ്ട്. ജീത്തു ജോസഫ് ചിത്രം റാമും പുറത്തെത്തും, മോഹൻലാൽ പറഞ്ഞു. മരക്കാറിന് ശേഷം പ്രിയദർശനും മോഹൻലാലും ചേർന്ന് പൂർത്തിയാക്കിയ മറ്റൊരു ചിത്രം കൂടി പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട്. MD വാസുദേവൻ നായരുടെ രചനകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന നെറ്റ്ഫ്ലിക്സ് ആന്തോളജിയുടെ ഭാഗമായുള്ള ചിത്രമാണിത്. MDയുടെ രചനയിൽ PN മേനോൻ സംവിധാനം ചെയ്ത് 1970 പുറത്തിറങ്ങിയ ഓളവും തീരവും എന്ന ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി ആന്തോളജിക്ക് വേണ്ടി പ്രിയദർശൻ റീമേക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രസ്തുത ആന്തോളജിയുടെ റിലീസിംഗ് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും എത്തിയിട്ടില്ല.